ഖാലിസ്ഥാൻവാദിയായ അമൃത്പാൽ സിംഗ് ഇന്ന് ഭടിൻഡയിലോ അമൃത്സറിലോ കീഴടങ്ങിയേക്കുമെന്ന് സൂചന. ഇന്നലെ രാത്രി അമൃത്സറിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് സുരക്ഷ ശക്തമായതോടെ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ഉപേക്ഷിച്ച് അമൃത്പാലും സഹായികളും രക്ഷപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ അമൃത്സറിലും സുവർണക്ഷേത്രത്തിന് സമീപവും ഭടിൻഡയിലും സുരക്ഷ ശക്തമാക്കി. സംഘർഷങ്ങൾ ഉടലെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി. മാർച്ച് 18-നാണ് വൻ പോലീസ് വലയത്തിൽ നിന്ന് അമൃത്പാൽ രക്ഷപ്പെട്ടത്. തുടർന്ന് ഉത്തരേന്ത്യയിലടക്കം വ്യാപകമായ തെരച്ചിലാണ് അമൃത്പാലിനായി പഞ്ചാബ് പോലീസും കേന്ദ്രസേനകളും നടത്തിയത്. ലൈഫ് മിഷൻ കോഴക്കേസിൽ എം ശിവശങ്കറിന് കോടതിയുടെ വിമർശനം. നേരത്തെ ആരോഗ്യകാര്യങ്ങൾ പറഞ്ഞാണ് ജാമ്യമെടുത്തത്. അതിനുശേഷം സർവീസിൽ കയറി വിരമിക്കുന്നതുവരെ ജോലി ചെയ്തു. കൈക്കൂലി പണത്തിന്റെ വിഹിതം വിദേശ രാജ്യത്തേക്ക് കടത്തിയെന്ന ഇഡി ആരോപണം ഗൌരവമുള്ളതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അർബുദ രോഗിയാണെന്നും ചികിത്സ തുടരുകയാണെന്നും അഭിഭാഷകൻ വാദിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത ശിവശങ്കറിന് വേണ്ടി ഹാജരായി. ജാമ്യ ഹർജി ഏപ്രിൽ 5-ന് പരിഗണിക്കാൻ മാറ്റി. വിചാരണ കോടതിയിൽ നിന്ന് രേഖകൾ വിളിച്ചുവരുത്താൻ കോടതി നിർദ്ദേശം നൽകി. വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആരെയും അപകീർത്തിപ്പെടുത്താനായി പറഞ്ഞതല്ലെന്നും അഴിമതിക്കാരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സുരേന്ദ്രനെതിരെ കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസ് തൃശൂരിലേക്ക് മാറ്റി. ഞാൻ സത്യത്തിൽ ഒരു വിവാദത്തിനും ഉദ്ദേശിച്ച് നടത്തിയ ഒരു പരാമർശമല്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരാമർശമല്ല. ഞാൻ നടത്തിയ പരാമർശം സാമാന്യമായി കേരളത്തിലെ എല്ലാവരും ഒരു പൂതന എന്നുള്ള ഒരു പരാമർശം അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയതല്ല. അതൊരു ആസുരിക ശക്തിയുടെ പ്രതീകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പരാമർശമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് ഞാൻ പൂതന എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കാം. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്നത് അഴിമതി. ഞാൻ പറയട്ടെ, എന്നെ വിശദീകരിക്കാൻ സമ്മതിക്കൂ. അഴിമതിക്കാർ തടിച്ചു കൊഴുക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ആദ്യമായിട്ടാണോ ഒരാൾ പരാമർശം നടത്തുന്നത്? അതെ, അഴിമതിക്കാരായ ഞാൻ എന്റെ പ്രസംഗം മുഴുവൻ കേൾക്കാതെ കുബുദ്ധികളായിട്ടുള്ള ചില ആളുകള് പിന്നെ അതിലൊരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഞാൻ പ്രസംഗിച്ചതിന്റെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന CPM-ന്റെ വനിതാ നേതാക്കൾ കുടുംബശ്രീയും മൻരേഗയും അടക്കമുള്ള പദ്ധതികളിൽ നിന്ന് തട്ടിപ്പ് നടത്തി വൻതോതിൽ തടിച്ചുകൊടുത്ത് പൂതനകളെപ്പോലെ സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് കേരളത്തിൽ. ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും തരത്തിൽ വ്യക്തിപരമായ ആരെയും ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ജനറൽ പരാമർശം മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്.